Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയെ കുറിച്ചാണ്. അൾട്ര 1 ആയിക്കോട്ടെ അൾട്ര 2 ആയിക്കോട്ടെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നിങ്ങൾക്ക് ആമസോണിൽ അൾട്ര 1 ഓൾമോസ്റ്റ് ഒരു 64,000 രൂപയ്ക്ക് കിട്ടും. അൾട്ര 2 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90,000 85 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാധനം വെറുത്താണോ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ നമ്മൾ പറയാൻ പോകും. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 2 മാസം 3 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ആപ്പിൾ വാച്ച് SE ആണ് ഉപയോഗിക്കുന്നത്. SE2 എന്ന് പറഞ്ഞാൽ ഒരു വേരിയൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിന് 30,000 രൂപയ്ക്കൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു 2 കൊല്ലം അതിനായിരുന്നു. അപ്പോൾ ഇതും എനിക്ക് ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസിലാണ് കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞല്ലോ 64 രൂപ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ അവൈലബിൾ ആണ്. ഇതല്ല അൾട്ര 1. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഇല്ല. ബാറ്ററി ബാക്ക് പോലും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് അൾട്ര വാങ്ങിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രാപ്പ് മോഡലാണ് വാങ്ങിച്ചത്. ട്രെയിൽ ലൂപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിച്ചത്. ഇതിന് നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക സ്ട്രാപ്സുകളും ഞാൻ അതിൻ്റെ ടൈറ്റാനിയം തന്നെ സ്ട്രാപ്പ് പറഞ്ഞ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു ഷോർട്സ് സംഭവം കിട്ടണമെന്നു അതിൻ്റെ ഇപ്പോൾ തൽക്കാലം അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി എൻ്റെ വാച്ചസുകളൊക്കെ വയ്ക്കുന്ന ബോക്സ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വാച്ച് കളക്ഷൻ്റെ വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇത് ഈ ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ, അതൊക്കെ തേർഡ് പാർട്ടിയാണ്. ഇതിൻ്റെ ഒറിജിനലൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 10,000 രൂപയ്ക്ക് വാങ്ങിക്കുക ഒരു കാര്യമില്ല. ഈ സെയിം ട്രെയിൽ ലൂപ്പിൻ്റെ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. സെയിം ക്വാളിറ്റി, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു 90% സെയിം തന്നെ പറയാം. ഇത് 200 രൂപയ്ക്കൊക്കെ എനിക്ക് കിട്ടിയത്. ഇത് ആപ്പിൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 900 എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 9,900 അത്ര സംതിങ് ആണ് പറഞ്ഞത്. ഒരു പറയുന്നില്ല. പിന്നെ ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 2,000 രൂപ ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ആമസോണിൽ വാങ്ങിച്ചാണ്. ഇത് ടൈറ്റാനിയം എന്നാണ് അവർ പറയുന്നത്. ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ടൈറ്റാനിയം ഒക്കെ ഫീൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഹെഫ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഹെഫ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഹെഫ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് ഇത് ഇടുമ്പോൾ. പക്ഷേ ഡെയിലി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫിറ്റ്നസ് പരമായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ വല്ല ഫങ്ഷൻസ് സംഭവമൊക്കെ പോകുമ്പോൾ ഈ സ്ട്രാപ്പ് എടുത്തിടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ട്രാപ്പ് ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ SE2 എന്ന് ഞാൻ മോഡലാണ് കേട്ടോ. ഇതെൻ്റെ ആപ്പിൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഞാൻ അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. ഇത് രണ്ടും എൻ്റെ LT മോഡൽ തന്നെയാണ്. കൂടെ അത് 1 LT ഉണ്ട്. LT എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ സിം ഇടാൻ പറ്റും. പിന്നെ ആപ്പിൾ വാച്ച് അൾട്ര ഓൾറെഡി ഈ സിം വേരിയൻറ്റ് മാത്രമേ തന്നെ വരുന്നുള്ളൂ, വേറെ മോഡലൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു റിംഗ്കാൻ്റെ ഒരു കേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ട്രാൻസ്പാരൻറ്റ് കേസ്. ഇവിടെ റിംഗ്കാൻ്റെ ബ്രാൻഡിങ് സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 1,500 രൂപയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇത് ശരിക്കും നിങ്ങൾക്ക് അറിയിക്കും, ഇത് റഫ് ആൻഡ് ടഫ് വാച്ചാണ് നമ്മുടെ G-Shock ഒക്കെ പോലെ. പക്ഷെ എന്നാലും ജസ്റ്റ് കോറിലൊന്നും വരുത്തേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടത്. എന്തായാലും നമ്മൾ ഇത്ര രൂപ ചിലവ് ഇതല്ല. അപ്പോൾ പുതിയതുപോലെ ഇരിക്കാമല്ലോ, നമുക്ക് ഇനി റീസെൽ ചെയ്യേണ്ട വന്നാൽ അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ട്, നമുക്ക് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അത് ഓൾറെഡി കണ്ടായിരിക്കും. പിന്നെ ഇതാണ് ഒരു ആക്ഷൻ ബട്ടൺ ഇവിടെ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ടോർച്ച് വരും. കണ്ടോ അത് കളർ വേരിയൻ്റ് വരുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ ഇപ്പം എൻ്റെ ട്രാക്കിങ് സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോർ ആണ് ഞാനിപ്പോൾ ഓടിയതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ വന്നിരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഓൾമോസ്റ്റ് എനിക്കൊരു 3.5 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ SE2-നൊന്നും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഒരു ദിവസത്തേക്ക് കിട്ടണമെന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം കിടിലൻ തന്നെയാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ പറയാം. എൻ്റെ സെക്കൻഡറി ഫോൺ സാംസങ് ആണ്. അപ്പോൾ ഞാൻ സാംസങ് വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനും ബാറ്ററി ബാക്കപ്പ് ഓൾമോസ്റ്റ് ഒരു ദിവസമൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. പക്ഷേ സ്ലീപ്പ് ട്രാക്കിംഗ് എനിക്ക് സാംസങ്ങിൻ്റെയാണ് ഇഷ്ടം. നമ്മുടെ ആപ്പിളിനായിട്ടും ഇഷ്ടം സ്ലീപ്പ് ട്രാക്കിംഗ് സാംസങ്ങിൻ്റെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ട്രാക്കിംഗ് നമ്മുടെ ആപ്പിളിൻ്റെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. പക്ഷേ സ്ലീപ്പ് ട്രാക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാംസങ്ങിൻ്റെ വാച്ചസുകളാണ് കേട്ടോ, ഗാലക്സി വാച്ചസുകളാണ്. പക്ഷേ ബാക്കപ്പ് ഒരു രക്ഷയില്ല. ബാക്കപ്പ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണല്ലോ. പോലെ തന്നെ അതിന് ഫാസ്റ്റ് ചാർജിങ്ങും ഇല്ല. ഈ സാധനം നല്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ നമുക്കൊരു 3 ദിവസം ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ നല്ലതാണ്. പിന്നെ നല്ല വലിയ ഡിസ്പ്ലേ ആണ്, പ്ലെയിൻ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ടെമ്പർ ഗ്ലാസും സ്ക്രീൻ ഗാർഡും പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു റിംഗ്കാൻ്റെ കേസ് ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് വാങ്ങിച്ച ദിവസം തന്നെ എൻ്റെ സാധനം നിലത്തുകൊണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് അടിച്ചു പോകുന്നു, പക്ഷേ ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. അപ്പോൾ അത് നല്ല ബിൽഡ് ക്വാളിറ്റി സാധനം തന്നെ. നിങ്ങളിതിൻ്റെ എന്താ പറയുക ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി ഗ്ലാസും അതുപോലെ തന്നെ സഫയർ ഗ്ലാസ് ആണ്. നല്ല ക്വാളിറ്റി ബിൽഡ് മെറ്റീരിയലൊക്കെയാണ്. അത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഇട്ടത് മാത്രമേ ഉള്ളൂ. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി കിടിലാണ്. പക്ഷേ ഈ സാധനം നമ്മളിങ്ങനെ കാണുമ്പോഴേ ഭയങ്കര
ഒരു തടിയൻ വാച്ചൊക്കെ ആയിട്ട് തോന്നും, നിങ്ങളുടെ കയ്യിൽ കെട്ടിയ ഒരു ഭംഗി ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഇരിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഈ സാധനം ഇത് ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, കാണുന്ന പോലെ ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല ഈ സാധനത്തിന്. ഇതും എൻ്റെ SC2 ഞാൻ പിടിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ആവുന്നില്ല. ഇപ്പോൾ വേറെ വാച്ച്, ഇപ്പോൾ സാംസങ് വാച്ച് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എനിക്ക് സിമിലറൊക്കെ ആയിട്ട് തോന്നുള്ളൂ, അല്ലാണ്ട് വലിയ ഹെഫ്റ്റും തോന്നില്ല. പറയുമ്പോൾ ഈ സാധനം കാണുമ്പോൾ ഒരു ആന വാച്ച് പോലെ ഇല്ല. എൻ്റെ GTR Xന്റെ വാച്ചാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് സിമിലർ സൈസായിട്ട് വെയിറ്റ് തന്നെയായിട്ട് തോന്നുള്ളൂ. സൈസ് എനിക്ക് വലിയ വാച്ചുകളാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ വലുത് വരുന്നുണ്ടല്ലോ. അപ്പോൾ സൈസ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും എനിക്ക് പേടിക്കണ്ട. അത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, അത് കെട്ടുമ്പോഴും നല്ല എന്താ പറയുക സുഖമാണ്, കംഫർട്ടബിൾ ആണ്, ഒരു പ്രശ്നവും ഇല്ല. ഫുൾ ഡേ കെട്ടി നടക്കാം, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ട്രെയിൽ ലൂപ്പ് ഭയങ്കര സുഖമാണ് കെട്ടാൻ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ലൂപ്പ് എന്ന് തന്നെ, ബെസ്റ്റ് ബാൻഡ് ആപ്പിൾ വാച്ച് ഇറക്കിക്കണ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്പിൾ ബാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്ന സാധനം. നല്ല കിടിലൻ സാധനം, ഈ ഭയങ്കര ഈസിയാണ്. കണ്ടോ, ഇത് കെട്ടുമ്പോൾ നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങളുടെ കൈ അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭംഗി ഉണ്ടാവുള്ളൂ, അതാണ് ഒരു കുഴപ്പം. പക്ഷേ ഓവറോൾ കിടിലൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. കിടിലൻ സാധനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങളൊരു ആദ്യത്തെ ഒരു ഒരു ആപ്പിൾ വാച്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ SC2, ഞാൻ SC സീരീസ് അങ്ങനെ പറയില്ല, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര ചെറുതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അൾട്ര വാങ്ങിക്കാം. അറ്റ്ലീസ്റ്റ് അൾട്ര 1 എങ്കിലും വാങ്ങിക്കാം. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് അല്ല, 99.9% സിമിലർ ആണ്. ആ ഉള്ളിലത്തെ പ്രോസസ്സറും സംഭവിക്കുക ഡിഫറൻസ് ഉള്ളൂ. അതിനും വലിയ പെർഫോമൻസ് ഡിഫറൻസും സംഭവമൊന്നുമില്ല. ഇതിൻ്റെയും ഒരു ലാഗും ഇല്ല, ഹൈ പെർഫോമൻസ് സംഭവിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് അൾട്ര 1 കിട്ടില്ല, ഇതിലുണ്ട് മാത്രമേ ഉള്ളൂ. അത് വലിയ ആവശ്യമൊന്നുമില്ല. ആദ്യം കുറച്ച് ഗിമ്മിക്ക് പോലെ തോന്നുമെങ്കിലും വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനം തന്നെ കൺസിഡർ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കൺസിഡർ ചെയ്യാൻ നോക്കട്ടോ. ഇതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ബാക്കി മോഡൽസുകളൊന്നും വെറുത്തല്ല. ഇപ്പോൾ ആപ്പിൾ വാച്ച് 9 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 രൂപ 45 രൂപയ്ക്ക് നമുക്ക് പ്രൈസ് വരും. പക്ഷേ എന്നാലും ആ പ്രൈസിന് ആ സാധനം വെറുത്തല്ല. നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒക്കെ ശോകം തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഡിസ്പ്ലേയും ഓൾമോസ്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ അത്രേ ഉള്ളൂ, പിന്നെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നുണ്ട് മാത്രമല്ല. പക്ഷെ എന്നാലും പോരാ, അതൊക്കെ വാങ്ങിക്കണ നേരം നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ആദ്യമായിട്ട് ആപ്പിൾ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം അൾട്ര വാങ്ങിക്കാൻ നോക്കാനാണ് പറയുക. ബാക്കി മോഡൽസ് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല, വലിയ വാല്യൂ ഫോർ മണി തരാത്തൊരു മോഡൽസ് ആയിട്ട് തോന്നിയത്. പിന്നെ ആദ്യമായിട്ടുള്ള സ്മാർട്ട് വാച്ച് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിലാണ് നോക്കുകയാണെങ്കിൽ പിന്നെ സാംസങ് വാച്ച് ആയിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അവരുടെ വാച്ച് 4 ക്ലാസിക് എന്ന് പറഞ്ഞ മോഡൽ LTE മോഡലൊക്കെ 10,000 താഴെ കിട്ടുന്നുണ്ട്. അത് കിടിലൻ വാച്ചാണ്. ആകെ ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ഒരു ദിവസമൊക്കെ കിട്ടുള്ളൂ എന്ന് മാത്രമാണ്, പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. അത് അവരുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ സ്മാർട്ട് വാച്ചിലും ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ല, അത് വേറെ കാര്യം. ബാക്കപ്പും ചെറുതായിട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവമൊന്നുമില്ല. ഹെൽത്തിൽ പരമായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല 7-ൽ. അപ്പോൾ അത്രയും പ്രൈസ് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. 4 കുറച്ചും കൂടി നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഒരു ഡിവൈസ് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം, ബൈ.